ഹായ് ഹലോ, എല്ലാവരും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് 2 പെൺമക്കളുടെയും ബർത്ത്ഡേയുടെ മാസമാണ്. അപ്പോൾ അമ്മൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 17th ബർത്ത്ഡേ. ഹാപ്പി 17th ബർത്ത്ഡേ അമ്മൂട്ടാ. എത്ര പെട്ടെന്ന് മക്കൾ വലുതാവണേന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ സ്പീഡിലാണ് ഓരോ ദിവസം പോകുന്നതെന്ന് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ തമാശയ്ക്കായാലും പറയും, ഓരോ വർഷം വെറുതെ കിടക്കുന്നു എന്നുള്ളൂ, നമ്മുടെ വയസ്സൊന്നും ഇങ്ങനെ പോകുന്നില്ല എന്നൊക്കെ ഞാനിവിടെ തമാശയ്ക്ക് പറയും. ഒരു ആശ്വാസം അപ്പോൾ അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ടും അമ്മുവിന് ഇയർ പിയേഴ്സിങ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റഡ് കുത്താനായിട്ട് അമ്മയുടെ പോലെ സെക്കൻഡ് സ്റ്റഡ് കുത്താം. അമ്മയുടെ പോലെ മൂക്ക് കുത്തി 2 വർഷം മുപ്പാട്. ഇപ്പോൾ അമ്മയുടെ പോലെ സെക്കൻഡ് സ്റ്റഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൂവിസ പറഞ്ഞ ഷോപ്പിൽ പോയി, സൗത്ത് സെൻട്രൽ മാളിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇയറിങ് ചൂസ് ചെയ്താൽ പിയേഴ്സിങ് ഫ്രീ ആണ്. അങ്ങനെ ഒരു ഇയറിങ് അവിടുന്ന് ചൂസ് ചെയ്തു. ഒരു സിമ്പിൾ, അവളെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു സിംഗിൾ സ്റ്റോണിൻ്റെ ഒരു ഇയറിങ്ങാണ് എടുത്തത്. അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു ഷോപ്പിൽ, അപ്പോൾ അത് കോപ്പിറൈറ്റ് വരണ്ട വിചാരിച്ചിട്ടാണ് ഞാനത് സൗണ്ട് ഇടാഞ്ഞ്. എന്നോട് ചോദിക്കുകയാണ് വേദന എടുക്കുമോ, പേടിയില്ല, പക്ഷെ എന്നാലും ബ്ലഡ് വരൂ അങ്ങനെയൊക്കെ ഒരു കുറച്ച് കൺസേൺ. അപ്പോൾ അവർ പറഞ്ഞു ബ്ലഡൊന്നും വരില്ല. ജാക്കറ്റ് ഊരാനായിട്ട് ഞാൻ പറയുമായിരുന്നു. അപ്പം ജാക്കറ്റ് ഊരാനായിട്ടൊരു മടി, കുറച്ച് സിബൂരി ചുള്ളിൽ വൈറ്റ് സ്വെറ്ററാണ് ഇട്ടേക്കുന്നത്, ബ്ലഡ് വരും അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ അവർ പറഞ്ഞു, പിയേഴ്സിങ് ചെയ്യുന്ന ലേഡി പറഞ്ഞു അങ്ങനെ ബ്ലഡൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാക്കറ്റ് മൊത്തമായിട്ട് ഊരി. എന്നുവെച്ചാൽ ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു, ചൂടും എടുക്കുന്നുണ്ടാവും. പിന്നെ സ്വെറ്റ് ഷർട്ടാണല്ലോ ഉള്ളിലിട്ടേക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഒഴിച്ചിട്ട് വൈപ്പ് ചെയ്തു, ക്ലീൻ ചെയ്തു. ആദ്യം ഇയറിങ് ഊരണ്ട പറഞ്ഞു, പിന്നെ അവൾ ഇയറിങ് ഊരി താഴെയുള്ളത്. പിന്നെ അവർ മറ്റേ നമ്മുടെ സ്പോട്ട് ഏത് സ്പോട്ടിലാണ് കുത്തണ്ടേ എന്നുള്ളത് മാർക്ക് ചെയ്ത് കാണിച്ച് അവർ നമുക്ക് തൃപ്തിയാവണ വരെ മാച്ച് ചെയ്തു കേട്ടോ കുട്ടി. നല്ല പേഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പം അങ്ങനെയായിട്ട് പിന്നെ ഇയറിങ് കുത്തി. അങ്ങനെ വേദന എടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഒരു സ്ലോ ഗോയിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ടപ്പാന്ന് അടിക്കും എന്നാണ് അവൾ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ ഫീൽ ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ഇയറിങ് കുത്തുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ച് ഇരിക്കുമായിരുന്നു. രണ്ടാമത്തെ ആയപ്പോഴേക്കും കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയി. ഇതുപോലെ തന്നെയായിരുന്നു മൂക്ക് കുത്തുമ്പോഴും എൻ്റെ കൈ അമർത്തി പിടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അവർ തന്നെ ഇതൊക്കെ എന്താ പറയുക, ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നത് ആ ഒരു പ്രായമായല്ലോ എന്ന് വിചാരിച്ചു. നന്നായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ ഹാപ്പി 17th ബർത്ത്ഡേ അമ്മൂട്ട, ലവ് യു.